അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മനോഹരമായ ഒരു ഖുർആൻ പാരായണം അതാ ആ റൂമിൽ നിന്ന് കേൾക്കുന്നു. അറബി ഒരു നിമിഷം ഒന്ന് കാതോർത്തു. മാഷാ അല്ലാ, ഒരു നിമിഷം അറബി കരുതി വല്ല ഫോണിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. എന്നാൽ അറബി തിരിച്ചു വന്നപ്പോഴേക്കും അതാ ആ ഒരു ഖുർആൻ്റെ ബാക്കി ഭാഗം അത്യധികം മനോഹരമായ ശബ്ദത്തിൽ ആരെയും ആകർഷിക്കുന്ന രീതിയിൽ. മാഷാ അല്ലാ, പഠിച്ചോനെ, ഞാൻ എന്തേ കേൾക്കുന്നത്? ഷെഫീഖിൻ്റെ റൂമിൽ നിന്നാണല്ലോ അത് കേൾക്കുന്നത്. അറബിക്ക് അത് അത്രയങ്ങ് വിശ്വാസം വന്നില്ല. അത് എനിക്ക് അറിയില്ല. എന്തൊക്കെ തന്നെയായാലും ഒന്നും കൂടി ചെക്ക് ചെയ്യാം. തൽക്കാലം ഇന്നിങ്ങനെ പോകട്ടെ. പിറ്റേ ദിവസവും അത് ഷെഫി ഉസ്താദ് അതുവഴി നടന്നു പോകുമ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ തജ്വീദ് നിയമങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് അത് അറബിക്ക് മനസ്സിലായി. അറബി വീട്ടിലെ ജോലിക്കാരി സുലൈഖയോട് പ്രത്യേകമായി അറബി പറഞ്ഞു. ആ റൂമിൽ താമസിക്കുന്ന ഷെഫീഖ്, അവർ നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. അർബ, നിങ്ങൾ കൊടുത്ത ആ ഒരു ലാപ്ടോപ്പ് അത് അദ്ദേഹത്തിന് ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം ഇപ്പോൾ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, മദ്രസ വിഷയങ്ങൾ, ഇസ്ലാമിക് തിയറി. മാഷാ അല്ലാ, ആണോ? ഓഹ്, വല്ലാത്തൊരു അത്ഭുതം. അന്ന് അതാ രാത്രി അറബി ഭാര്യയോട് പറയുന്നു, യാ സൊഫിയ. സൊഫിയ എന്നായിരുന്നു ആ അറബിയുടെ ഭാര്യയുടെ പേര്. ആ, എന്താണ് സൊഫിയ? നമ്മുടെ വീട്ടിലേക്ക് വന്നു പെട്ടിട്ടുള്ളത് നല്ലൊരാളാണ്. അങ്ങ് എന്താണ് പറയുന്നത്? എനിക്ക് പുതുതായി അറബി വന്ന കാര്യമൊന്നും ഷെഫീഖ് ഉസ്താദ് പുതുതായി വന്നതൊന്നും അറബി പറഞ്ഞിരുന്നില്ല. അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലേ, നമ്മുടെ പഴയ ഡ്രൈവറെ പറഞ്ഞേക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതായത് അദ്ദേഹത്തിന് കണ്ണിനെന്തോ പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി പോകുകയാണെന്നും അപ്പോഴേക്കും ഡ്രൈവറെ സെറ്റാക്കണമെന്നും ഞാൻ ലത്തീഫിനോട് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ലത്തീഫ് ഒരു കുട്ടിയെ കൊണ്ടുവന്നത്. എൻ്റെ പെണ്ണെ സൊഫിയ, ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്താ, എന്ത് കാര്യത്തിന്? നീ കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ഖുർആൻ പാരായണം? 2 പ്രാവശ്യമായി ഞാനിത് കേൾക്കുന്നു. ശരിക്കും റെക്കോർഡിംഗ് ആണെന്ന് വിചാരിച്ചു പോകും. അതങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാതെ ഇപ്പോൾ മലയാളികളൊക്കെ. അതേടി, എനിക്കറിയുന്നില്ല, മലയാളിയാണ്. ശരിയാണ്. അത്രയ്ക്ക് സംശയമാണെങ്കിൽ സുലേഖയോടത് ചോദിച്ചു നോക്കിയാലേ. കാരണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഇടപഴകൽ അവളാണ്. എന്തെങ്കിലുമൊക്കെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തൊക്കെ തന്നെയാണെങ്കിലും. ശരിക്കും നിനക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് സുബഹിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ ഒന്ന് നീ ചെന്ന് നോക്ക്, അതുവഴി ഒന്ന് നടന്നു നോക്ക്. ശരിക്കും അതിമനോഹരമായ രീതിയിലുള്ള ഖുർആൻ പാരായണം നിനക്ക് കേൾക്കുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ അതാ സഫിയ അറബിച്ച് ഭർത്താവ് പറഞ്ഞതിനനുസരിച്ച് അത് കേൾക്കുവാൻ വേണ്ടി ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടാകുന്നു. അത് എനിക്ക് ഒന്ന് കേൾപ്പിച്ചു തരണം. അതിനെന്താ, നമുക്ക് ഇന്ന് സുബഹിൻ്റെ സമയത്ത് ഞാൻ പള്ളിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷമോ അങ്ങനെയൊക്കെ കേൾക്കാം. പിന്നെ കുട്ടികൾക്ക് ക്ലാസ്സും എടുക്കുന്നുണ്ട് തോന്നുന്നു. ശരിക്കും സത്യമാണോ? ആ, അതെ, സത്യമായിട്ടും. അങ്ങനെ അതാ അന്ന് സുബഹിൻ്റെ സമയം, തഹജ്ജുദെല്ലാം കഴിഞ്ഞ് അതാ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഷെഫി ഉസ്താദ് കിടക്കുന്ന റൂമിൻ്റെ ഭാഗത്തേക്കൂടെ അതാ അറബിയും ഭാര്യയും നടക്കുന്നു. എവിടെ? ഇങ്ങോട്ട് നോക്ക്, കുറച്ചുകൂടി മുന്നോട്ട് നടക്ക്. മനോഹരമായ രീതിയിലുള്ള ആ ഒരു ഖുർആൻ പാരായണമാണ് അവർ കേട്ടത്. സൂറത്തു റഹ്മാൻ ആയിരുന്നു പാരായണം ചെയ്തിരുന്നത്. വളരെ മനോഹരമായ രീതിയിലുള്ള ആ ഒരു ശബ്ദം, ആ ഒരു ശൈലി എല്ലാം കേട്ടിട്ട് അതാ സഫിയ അറബിയും എന്ന അവിടെ തന്നെ നിൽക്കുന്നു. മാഷാ അല്ലാ, ബാബാ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണേ. അതൊരു അന്യപുരുഷനാണ്, നീ കാണാറില്ലല്ലോ അവരെയൊന്നും. അതെ, ശരിയാണ് ബാബാ, എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഖുർആൻ പാരായണത്തിൽ ഞാൻ അത്യധികം ആകൃഷ്ടയായിരിക്കുന്നു. ബാബാ, എനിക്ക് സ്വന്തം ഭർത്താവിനെ ബാബ എന്നായിരുന്നു വിളിച്ചിരുന്നത് അവർ. സൊഫിയ,
ഇൻഷാ അല്ലാ കാണാൻ നിനക്കൊരു അവസരമൊരുക്കാം. ഒരു പക്ഷേ ഇനി പള്ളിയിലേക്ക് പോകുന്ന ടൈമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ഡ്രൈവിംഗ് സ്കൂളിലേക്ക്. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വാഹനങ്ങൾ ഇപ്പോൾ കഴുകണ്ട എന്നുള്ളത്. അതിനെ വേറൊരു ബോയിയെ ഏൽപ്പിച്ചിരിക്കുന്നു. പെട്ടെന്ന് ഡ്രൈവിംഗ് കംപ്ലീറ്റ് ആകണം. നമുക്ക് നമ്മളെ വീടിൻ്റെ നല്ലൊരു ഡ്രൈവറാക്കി അവന് നിർത്തണം. മാഷാ അല്ലാ. സത്യം പറഞ്ഞാൽ ആ ബീവിക്ക് അദ്ദേഹത്തിൻ്റെ ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു ഖുർആൻ പാരായണം ഒന്നുകൂടി കേൾക്കണം എന്ന് തോന്നുകയാണ്. പക്ഷെ ഒരിക്കലും അവിടെ നിൽക്കുന്നത് ശരിയല്ല. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ ഭർത്താവിന് അത് വല്ലാത്തൊരു വിഷമം സൃഷ്ടിക്കും. കാരണം എന്തൊക്കെ തന്നെയായാലും ഷെഫി ഉസ്താദ് ഒരു അന്യപുരുഷനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഖുർആൻ പാരായണത്തിൽ വീണ് കഴിഞ്ഞാൽ ആ ഒരു വശ്യ സൗന്ദര്യത്തിൽ ഞാൻ പെട്ടുകഴിഞ്ഞാൽ അതൊരു പക്ഷെ തെറ്റായ രീതിയിലായി പോവും എന്നും അതാ സഫിയ ചിന്തിക്കുന്നു. അറബി സ്നേഹത്തോലെ വിളിക്കുന്നു, യാ സൊഫി. ആ എന്താ ബാബ, എന്താ നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് അത്ഭുതം തോന്നുന്നു. കാരണം മലയാളിയായ അവൻ ഇത്രയധികം മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്നത്, അതായത് ആ തജ്വീദ് നിയമപ്രകാരം എത്രയധികം ഭംഗിയായിട്ടാണ് അത് ഓതുന്നത്. അത് കണ്ടിട്ട് എനിക്ക് ശരിക്കും ഒന്ന് കാണണമെന്ന് തോന്നാണ്. അറബി ചിരിച്ചുകൊണ്ട് പറയുന്നു, യാ സഫി, ഇൻഷാ അല്ലാ നിനക്ക് കാണാനൊക്കെ ഒരു അവസരം ഞാൻ ഒരുക്കിത്തരാം. കാരണം നമ്മളുടെ വീട്ടിൽ വന്ന ജോലിക്ക് വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിന് നല്ലൊരു ട്രീറ്റ് കൊടുക്കണം. അത് നിൻ്റെ കൈക്കൊണ്ടാവണം. എന്താ? ശരിക്കും അറബി പറയുന്നത് കേട്ട് അതാ അവൾ അത്ഭുതപ്പെടുന്നു. ബാബാ, അങ്ങ് പറയുന്നത് സത്യമാണോ? അതെ സൊഫി, തീർച്ചയായിട്ടും സത്യമാണ്. എനിക്കും എൻ്റെ മനസ്സിന് വല്ലാതൊരു ആശ്വാസമാണ്. കാരണം അത്രയധികം നമ്മുടെ ഈ ഒരു കൊട്ടാരത്തെ, നമ്മുടെ ഈ വീടിനെയെല്ലാം വെളിച്ചത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഖുർആൻ പാരായണം ശരിക്കും വല്ലാത്തൊരു ബർക്കത്ത് തന്നെ നമുക്കുണ്ടാവും എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഷെഫി ഉസ്താദിൻ്റെ ഖുർആൻ പാരായണം കേട്ട അപ്പോൾ മുതൽ തന്നെ അതാ സൊഫിയ ബീവിക്ക് വല്ലാത്തൊരു മനസ്സിനുള്ളിൽ എന്തൊക്കെയോ കടന്നുകൂടിയിരിക്കുന്നു. എന്താണെന്നറിയില്ല. പഠിച്ചോനെ, ആ ഒരു അത്രക്ക് മനോഹരമായി ഓതുന്ന ആ കുട്ടിയെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എനിക്കതിനെ സമ്മതമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭർത്താവ്. പക്ഷേ നേരിട്ട് അത്രയ്ക്കും അധികം നല്ലൊരു ദീനിയായ രീതിയിൽ തജ്വീദ് നിയമപ്രകാരം ഖുർആൻ പാരായണം ചെയ്യുന്ന അദ്ദേഹത്തെ നേരിൽ കാണുവാൻ സ്ത്രീകൾക്കൊക്കെ പറ്റുമോ എന്തോ എനിക്കറിയുന്നില്ല. എന്തൊക്കെ തന്നെയായാലും എനിക്ക് വല്ലാത്തൊരു ഫീലാണ്. ആ ദിവസം അതാ സുലേഖയെ വിളിക്കുന്നു. യാ സുലേഖ. ആ എന്താ മേഡം, എന്താ വിളിച്ചത്? യാ സുലേഖ, നമ്മുടെ വീട്ടിൽ ഡ്രൈവിംഗ് ജോലിക്ക് വേണ്ടി വന്ന അവൻ്റെ പേര് ഷഫീഖാണല്ലേ? അതെ, ഷഫീഖ്. ഇപ്പോൾ ഒരു ടീച്ചിങ്ങിൻ്റെ പ്രോഗ്രാമുണ്ട് അദ്ദേഹം. ആ മനസ്സിലായി. അല്ല സുലേഖ, നീ ഷഫീഖിൻ്റെ റൂമിലേക്ക് പോവാറുണ്ടോ? ആ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അറബി എന്തെങ്കിലും പറയുമ്പോൾ ആ ഒരു ആവശ്യങ്ങൾ പറയുവാൻ വേണ്ടിയിട്ട്, അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് അങ്ങനെയൊക്കെ കൊണ്ടുപോയി കൊടുക്കാനൊക്കെ പോവാറുണ്ട്. ആ പിന്നെ എനിക്ക് എന്തെന്നറിയില്ല, അതിൽ വല്ലാത്തൊരു ആകർഷണീയത തോന്നുന്നു. സുലേഖ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാഷാ അല്ലാ, നല്ലതാണ്, നല്ല ആളാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ അത്രക്കും നല്ല രീതിയിൽ ജീവിക്കുന്ന, അതായത് തെറ്റുകളൊന്നും ചെയ്യാതെ, ഞാനൊക്കെ അങ്ങോട്ട് ചെന്നാൽ പോലും എൻ്റെ മുഖത്തേക്ക് നോക്കാൻ, എൻ്റെ ഫേസിലേക്ക് നോക്കാൻ മടിയാണ്. അത്രയും താഴ്മയോടെയുള്ള സംസാരം, കാര്യങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ അൽഹംദുലില്ലാ മാഷാ അല്ലാ നല്ലൊരാളാണ് നമുക്ക് വേണ്ടി എത്തിയിട്ടുള്ളത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അവരുടെ വീട് കേരള തന്നെയാണ്. ആണല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കാണണം, സംസാരിക്കണം എന്ന് തോന്നാണ്. അറബി അതൊരു പക്ഷേ എനിക്കൊരു ദിവസം ചാൻസ് തന്നിട്ടുണ്ട്. എൻ്റെ ഇഷ്ടത്തിന് ഇനിയിപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോയാൽ അറബി ഇഷ്ടക്കേടൊന്നും ഉണ്ടാവില്ല. എങ്കിലും
എന്താ മേഡം കാണണോ ഷെഫി ഉസ്താദിനെ? ഷെഫി ഉസ്താദ് പാവാണ്. മോളെ, എനിക്ക് ഒരാഗ്രഹമുണ്ട് ഷെഫി ഉസ്താദിനൊന്ന് കാണാൻ. കാരണം അത്രക്കും നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ആ ഒരു വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ബീവി, നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്താ ചെയ്യുക. പോര്, ഈവനിങ് ആകുമ്പോൾ നമുക്ക് പോകാം. ഉസ്താദ് ഫ്രീ ആയിരിക്കും. അങ്ങനെ അതാ ഷെഫി ഉസ്താദിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട് അറബിയുടെ ഭാര്യയും സുലേഖയും അതാ റൂമിൽ നിന്ന് ഇറങ്ങുന്നു. പെട്ടെന്ന് അതാ അറബിയുടെ വാഹനം അങ്ങോട്ട് വരുന്നു. യാ അല്ലാ, ദാ അറബി വരുന്നുണ്ട്. അദ്ദേഹം വാഹനത്തിൽ നിന്നിറങ്ങി തൻ്റെ ഭാര്യയും വീട്ടിലെ ഫിലിപ്പൈൻസ് പെണ്ണ് സുലേഖയും ഇറങ്ങുന്നത് കണ്ടപ്പോൾ അറബി ചോദിക്കുന്നു, അല്ല എങ്ങോട്ടാ? എന്ത് പറയണം എന്നറിയാതെ ഒരു നിമിഷം അതാ സഫിയ ബീവി ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. യാ സഫി, എങ്ങോട്ടാ? കാര്യം പറയൂ, വാ ഞാൻ കൊണ്ടാക്കി തരാലോ. എങ്ങോട്ടാ പോകേണ്ടത്? ഏയ്, വെറുതെ ഇവിടെ നിന്ന് ചുറ്റിക്കറങ്ങി കാണാനേ. അതെന്താ, ഇത് പതിവില്ലല്ലോ നിനക്ക്. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ വാഹനത്തിലേക്ക്, പിന്നെ റൂമിലേക്ക്. അതാണല്ലോ നിന്റെ പതിവ്. പുറത്ത് പോകുന്നു നടക്കുന്നു ഒന്നും നിനക്ക് തീരെ താല്പര്യമില്ലല്ലോ. ഇതെന്താ, ഇതെന്ത് പറ്റി? ഷെഫി ഉസ്താദിനെ കാണുവാൻ വേണ്ടി പോകുകയാണ് എന്നുള്ള കാര്യം അറബിയോട് പറഞ്ഞതേയില്ല. ഇനി ഒരു പക്ഷേ പറഞ്ഞാൽ എന്തെങ്കിലും തോന്നുമോ എന്ന് ഭയന്നുകൊണ്ട് അവർ വെറുതെ ഒന്നും മിണ്ടിയില്ല. എന്താ സഫി, നിനക്ക് ഇവിടേക്ക് ചുറ്റിക്കറങ്ങി കാണാൻ ആഗ്രഹമുണ്ടോ? ആ, ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങും വേണം, എങ്കിലല്ലേ ഒന്ന് റിലാക്സ് ആവുള്ളൂ. നീ ഇത് എന്നും ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ. അത് ഇവിടെ തന്നെ വിശാലമായ റൂമുകളും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. പുറത്തിറങ്ങേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. ആ ശരിയാണ്, എന്നാലും ഈവനിങ്ങിലൊക്കെ ഒന്ന് നടക്കാൻ പോകുന്നത്, അതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ. ഷെഫി ഉസ്താദ് എന്നുള്ള ആ ഒരു സ്വപ്നം, അതിനെക്കുറിച്ച് മാത്രമായിരുന്നു സഫിയക്ക് ചിന്തിക്കാനുണ്ടായിരുന്നത്. ഫിലിപ്പൈൻസ് പെണ്ണിനോട് അത് പറയുന്നു. യാ സുലേഖ, എനിക്ക് ഷെഫി ഉസ്താദിനെ ഒന്ന് കാണണം. അതിനെന്താ, പിന്നെന്തിനാ അറബി വന്നപ്പോൾ അങ്ങോട്ട് തിരിച്ചു കയറിപ്പോയത്? അതൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല, ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു മനോഹരമായ ഖുർആൻ പാരായണം കേട്ടതിന് ശേഷം അതാ അറബിച്ചിയുടെ മനസ്സാകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും തൻ്റെ ഭർത്താവിനോട് ഈ ഒരു കാര്യം പറഞ്ഞേ തീരൂ. അന്ന് രാത്രിയിൽ അതാ ബീവിക്ക് ഉറക്കം വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് കണ്ട് അതാ ഭർത്താവ് ചോദിക്കുന്നു, അല്ല സഫി, എന്തു പറ്റി? എന്താ ഇങ്ങനെ? അതെ ബാബാ, എനിക്ക് അങ്ങയോടൊരു കാര്യം പറയാണ്ട്. എന്ത് കാര്യം? എന്തുണ്ടെങ്കിലും പറഞ്ഞോ, നീ എന്തിനാ മടിക്കുന്നത്? നീ എന്നോട് അങ്ങനെ ഇങ്ങനെയും കാര്യങ്ങൾ ആവശ്യപ്പെടാറില്ല. പക്ഷേ ഈ ഒരു കാര്യമാണെങ്കിൽ അത് ബീവിക്ക് പറയാനും മടിയാണ്. പിന്നെ അല്ല, നീ ഒന്നും പറഞ്ഞില്ല കേട്ടോ. അറബി സ്നേഹത്തോടെ തൻ്റെ ഭാര്യയോട് ചോദിക്കുന്നു. അത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം പെണ്ണേ, നീ എന്തൊക്കെ തന്നെ തുറന്നു പറയണം. തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം തൻ്റെ ഭർത്താവിനോട് തുറന്നു പറയുവാൻ വേണ്ടി അതാ സഫിയ ബീവി മടിക്കുന്നു. സൊഫി, നീ പറഞ്ഞില്ല ഒന്നും. എനിക്ക് നിന്നിൽ വളരെയധികം പ്രതീക്ഷയുണ്ട്. പക്ഷെ നീ ഒന്നും പറയുന്നില്ല. നീ എന്നോട് ഒരിക്കലെങ്കിലും എന്തെങ്കിലും ആഗ്രഹം നിനക്ക് തുറന്ന് പറഞ്ഞൂടെ? പറഞ്ഞിരുന്നെങ്കിൽ എനിക്കത് കേൾക്കാൻ, അത് നിനക്ക് നിറവേറ്റി തരാൻ എത്ര സന്തോഷമായിരിക്കും. എന്താ ഒന്നും പറയാത്തത്? ഈ ഒരു കാര്യം ആയതുകൊണ്ട് അതാണ് ബീവിക്ക് വളരെയധികം ടെൻഷന്. വേറെ എന്ത് കാര്യം വേണമെങ്കിലും പറയാം, പക്ഷേ മറ്റൊരു പുരുഷനെക്കുറിച്ച് തൻ്റെ ഭർത്താവിനോട് പറയുമ്പോൾ ഏതൊരു ഭർത്താവിനും അത് മനസ്സ് വല്ലാതെ വേദനിക്കുന്ന വിഷമായിരിക്കും. അയ്യേ, എൻ്റെ ഞാൻ ഒരു ഭർത്താവ് ഉണ്ടായിട്ട് മറ്റൊരു ആണിനെക്കുറിച്ച് പറയാമെന്ന് പറയുമ്പോൾ അത് ആർക്കും സഹിക്കൂല. അതുകൊണ്ട് തന്നെ ബീവി അത് മറച്ചു വെക്കുന്നു. ഒരിക്കലും തൻ്റെ ഭർത്താവിനെ കാണാതെ ഒന്ന് അതും വേണ്ട, അതും തെറ്റല്ലേ എന്ന് കരുതുന്നു. പക്ഷേ വീണ്ടും വീണ്ടും തൻ്റെ ഭർത്താവ് ചോദിക്കുന്നു, എന്താണ് നിനക്ക് വേണ്ടതെന്ന്. എന്തായിരിക്കും സൊഫിയ ബീവിയുടെ മനസ്സിലുള്ളത്? അറബിയോട് എന്താണ് അത് തുറന്നു പറയാത്തത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് സഫിയ അതിനു വേണ്ടി കൊതിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എന്തായിരിക്കും, എന്തിനു വേണ്ടിയായിരിക്കും നമ്മുടെ
അറബിയുടെ ഭാര്യ കൊതിക്കുന്നത്? എന്താണ് അവർ പറയുവാൻ വേണ്ടി നിൽക്കുന്നത്? നിങ്ങളുടെ മനസ്സിനുള്ളിൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.